എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേപ്പിലക്കട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് ചമ്മന്തിപ്പൊടിയെന്നും പറയും. വേപ്പിലക്കട്ടി മിക്കവാറും വീടുകളിൽ അച്ചാറൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കി സൂക്ഷിക്കുന്ന ഒരൈറ്റമാണ്. പുറത്തൊക്കെ പോയി താമസിച്ച് ജോലി ചെയ്യുന്നവർ സാധാരണയായിട്ട് ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. വേപ്പിലക്കട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും പറയാം. 4 തേങ്ങയാണ് വേപ്പിലക്കട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് അടർത്തിയതിന് ശേഷം ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാം. ഇത് കുറച്ച് ചെറുനാരകത്തിൻ്റെ ഇലയാണ്. ചെറുനാരകത്തിൻ്റെ ഇല ചേർക്കുമ്പോൾ ഒരു നല്ല മണം കിട്ടും. കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതിലേക്ക് ആവശ്യമാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന ഒരു പ്രധാന ചേരുവ വാളംപുളിയാണ്. കുരുമുളകും വേപ്പിലക്കട്ടിയിലെ ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് വറ്റൽമുളകാണ്. ഇവിടെ 2 തരത്തിലുള്ള വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നല്ല കളറ് കൂടിയിട്ട് കുറച്ച് എരിവ് കുറഞ്ഞ വറ്റൽമുളകും ഒന്ന് നല്ല എരിവുള്ള വറ്റൽമുളകുമാണ്. മുളക് പൊടി ചേർത്തും ഇത് ഉണ്ടാക്കാറുണ്ട്. വറ്റൽമുളക് വറുത്ത് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. മുളക് പൊടി ചേർക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കറിവേപ്പിലയെല്ലാം ഇവിടെ തണ്ടിൽ നിന്ന് അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കഴുകി ഉണങ്ങിയതാണ് ഇത്. 4 ഇടത്തരം വലിപ്പമുള്ള തേങ്ങ ചിരകിയതാണിത്. ഏകദേശം ഒരേ രീതിയിൽ ചിരകിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇഞ്ചി വളരെ ചെറുതായിട്ട് നല്ല തിൻ സ്ലൈസായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ്. ഇത് നേരത്തെ കാണിച്ച ആ ഇഞ്ചി മുഴുവനില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് ചെറിയുള്ളി അതുപോലെ തന്നെ വട്ടത്തിൽ വളരെ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നതാണ്. വറ്റൽമുളക് തണ്ടൊക്കെ കളഞ്ഞിതൊന്ന് ഒടിച്ചെടുക്കുന്നുണ്ട്. വറ്റൽമുളക് തണ്ടൊക്കെ കളഞ്ഞ് മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നാരകത്തിൻ്റെ ഇല. ഇത് ഒരു 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് കീറിയെടുക്കുന്നുണ്ട്. വേപ്പിലക്കട്ടി ഉണ്ടാക്കുമ്പോൾ നല്ല തേങ്ങ നോക്കി വേണം എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇത് കേടാകാതെ ഇരിക്കും. ഒരു ഉരുളിയാണ് ഇതെല്ലാം കൂടെ വറുത്തെടുക്കാൻ വേണ്ടി എടുക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് റിസ്ക് കുറവാണ്. ഞാനിവിടെ എണ്ണ ഒഴിക്കാതെയാണ് വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് തീ കുറച്ച് കൂടുതൽ സമയം എടുത്ത് വേണം വറക്കാൻ. തേങ്ങ ആദ്യം തന്നെ ഒന്ന് ചെറുതീയിലിട്ട് ഇളക്കി ഇതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. തേങ്ങയൊക്കെ വാടി ഒരു ചെറിയ മണം വരാൻ തുടങ്ങും. കളറ് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കണം. 5 മിനിറ്റിൽ കൂടുതൽ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും റിസ്ക് ഇല്ല. ഞാനിത് കുറച്ച് ഡ്രൈ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിക്കാതെ വറുത്തെടുക്കുന്നത്. ഉരുളി തന്നെ വേണമെന്നില്ല. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. തേങ്ങ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇത് 15 എരിവില്ലാത്ത വറ്റൽമുളകാണ്. അടുത്തതായി ഇടത്തരം വലിപ്പമുള്ള 35 എരിവുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നേരത്തെ കാണിച്ച ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതാണ്. ഇഞ്ചി 2-3 കഷ്ണം മതി. നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിൽ കൂടുതൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേരുവകൾ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷമേ ബാക്കി ചേരുവകൾ ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ തേങ്ങയെല്ലാം ഈ ഉരുളിയുടെ അടിയിൽ പിടിച്ചിരിക്കും. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ 10-1 പണിയേ ഉള്ളൂ. കുറച്ചൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ചേർത്ത ചേരുവകളെല്ലാം ഇവിടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇത് 5 നാരകത്തിൻ്റെ ഇലയാണ്. ഇതിലും കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 പിടി, 2 പിടി, 3 പിടി ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതിനെയൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷമേ ബാക്കി കറിവേപ്പില ചേർത്ത് കൊടുക്കാനുള്ള സ്ഥലം കിട്ടുകയുള്ളൂ. കൂട്ടുകളെല്ലാം ഉരുളിയിൽ മിക്സ് ചെയ്ത് വന്നപ്പോഴേക്ക് ഉരുളിക്കകത്ത് സ്ഥലം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് വേറൊരു പാത്രത്തിലും വറുത്തെടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ 4-4.5 പിടി കറിവേപ്പിലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലും കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ, വറ്റൽമുളക്, വാളൻപുളി, കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഈ വേപ്പിലക്കട്ടി ഉണ്ടാക്കുന്നതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്.
ചെറിയ ഉള്ളി, ഇഞ്ചി, ഉപ്പ്, നാരകത്തിൻ്റെ ഇല ഇവയൊക്കെ ഇതിൻ്റെ ടേസ്റ്റും മണവും കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും കൂട്ടുകൾ വറക്കുന്നതിൻ്റെ കൂടെ കുരുമുളകും സാധാരണ വറക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കുരുമുളക് വറക്കുന്നില്ല. ഇതിലേക്ക് വേണ്ട ചേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇളക്കി കറക്റ്റ് പാകമായിട്ടുണ്ട്. പാകമായി വരുമ്പോൾ ഇതുപോലെ സൗണ്ട് കേൾക്കാൻ തുടങ്ങും. ഒരുപാട് വറുത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകളെല്ലാം കൈകൊണ്ടൊന്ന് ഞെക്കി നോക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന സ്റ്റേജ് വരെ വേണം വറുത്തെടുക്കാൻ. ഇഞ്ചി കൈകൊണ്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു വരികയില്ല. നല്ലോണം ഒന്ന് വറന്ന് കിട്ടുക മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ചേർത്ത ചെറിയുള്ളി നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വരും. നമ്മൾ വറുത്ത് കഴിയുമ്പോൾ നോക്കുമ്പോൾ ചെറിയുള്ളി നമുക്ക് കാണാൻ പറ്റില്ല. കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ പൊടിച്ച് നോക്കുമ്പോൾ നല്ലവണ്ണം പൊടിഞ്ഞു വരും. വറ്റൽമുളകല്ലാതെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സമയത്താണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. വീഡിയോയിലേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാകം ഏകദേശം മനസ്സിലാകും. അവസാനത്തെ സ്റ്റേജ് ആകുമ്പോഴേക്ക് ഒട്ടും തീ കൂട്ടിയിടരുത്. ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം വറുത്തെടുക്കാൻ. ഈ സമയത്ത് വാളൻപുളി ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ഇതിലേക്ക് വാളൻപുളി ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിക്കുന്ന സമയത്താണ് വാളൻപുളി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചേർത്തിരിക്കുന്ന വറ്റൽമുളക് ചേർക്കുകയാണെങ്കിൽ കറക്റ്റ് പാകമായിട്ടുള്ള എരിവായിരിക്കും കിട്ടുന്നത്. അഥവാ എരിവ് കൂടിപ്പോകുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേപ്പിലക്കട്ടി പൊടിക്കുന്ന സമയത്ത് കുറച്ച് മുളക് മാറ്റി വെച്ചതിന് ശേഷം പൊടിച്ചെടുക്കാം. എരിവ് കുറവാണെങ്കിൽ പിന്നീട് ഇതിലേക്ക് പൊടിച്ച് ചേർത്താൽ മതി. ഉരുളിയിൽ വറുത്തതുകൊണ്ട് അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷവും കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നോൺ സ്റ്റിക്കിലല്ല വറക്കുന്നതെങ്കിൽ വേപ്പിലക്കട്ടിയുടെ കൂട്ട് വറക്കാൻ വേണ്ടി എപ്പോഴും ചൂട് കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. ഇതിനി ഇതിൻ്റെ ചൂട് മാറുന്നതിന് വേണ്ടിയിട്ട് വെക്കണം. ചൂടോടുകൂടി ഇത് മിക്സിയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എണ്ണ ഇറങ്ങി വരും. ഇത് ചൂട് മാറിപ്പോയതിന് ശേഷം അധികം താമസിക്കാതെ തന്നെ ഇത് പൊടിച്ചെടുക്കണം. ഇത് തണുത്ത് പിറ്റേ ദിവസത്തേക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സോഫ്റ്റായിട്ട് പോകും. പൊടിച്ചു വരുമ്പോൾ നന്നായിട്ട് കിട്ടില്ല. ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനിയൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നേരത്തെ കാണിച്ച കുരുമുളകാണ്. ഇത് ഇതിലേക്ക് പൊടിച്ച് ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയുണ്ട്, അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് കുരുമുളക് പൊടിച്ചു വെച്ചതാണ്. എത്ര എരിവ് വേണം അതിനനുസരിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വാളൻപുളിയാണ്. ഏകദേശം 2 നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളൻപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പൊടിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ട് കുറച്ച് ഒരു മിക്സിയിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വാളൻപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരുന്ന വാളൻപുളിയുടെ 1/3 ഭാഗം ആദ്യം പൊടിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. 4 തേങ്ങ ഉപയോഗിച്ചുണ്ടാക്കിയ വേപ്പിലക്കട്ടിയുടെ കൂട്ട് 3 സെറ്റായിട്ടാണ് ഇവിടെ പൊടിച്ചെടുക്കുന്നത്. ആദ്യമായിട്ട് വേപ്പിലക്കട്ടി ഉണ്ടാക്കുന്നവർ 1 തേങ്ങായോ അല്ലെങ്കിൽ 1 മുറി തേങ്ങായോ ഉപയോഗിച്ച് വേപ്പിലക്കട്ടി ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാം. 1 തേങ്ങ എടുക്കുകയാണെങ്കിൽ 1 പിടിയോ അതിൽ കൂടുതലോ കറിവേപ്പില എടുക്കാം. 1 തേങ്ങയ്ക്കുള്ള വേപ്പിലക്കട്ടിക്ക് 12 മുതൽ 15 വരെ വറ്റൽമുളക് എടുക്കാം. ബാക്കിയുള്ള ചേരുവകളും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. വേപ്പിലക്കട്ടി എല്ലാം ഇവിടെ നന്നായിട്ട് എല്ലാ കൂട്ടുകളും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കൂട്ടുകളും ഒരേപോലെ എല്ലാ ഭാഗത്തുമായിട്ട് കിട്ടും. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. 4 തേങ്ങ ഉപയോഗിച്ചുണ്ടാക്കിയ വേപ്പിലക്കട്ടി പൊടിച്ചു വന്നപ്പോൾ ഇത്രയും അളവിലാണ് കിട്ടിയിരിക്കുന്നത്. പൊടിച്ചു വരുമ്പോൾ ഈ ഒരു കളറാണ് കിട്ടുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. സാധാരണഗതിയിൽ ഇതാരും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറില്ല. ഇത് പുറത്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര കാലം വേണമെങ്കിലും കേടാകാതിരിക്കും. വേപ്പിലക്കട്ടി ഉണ്ടാക്കുന്നവർ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് എത്ര കാലം വരെ വേണമെങ്കിലും കേടാകാതിരിക്കുന്ന വേപ്പിലക്കട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ
ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.